സംഭവത്തിൽ ഞാൻ ഒരു ദൃക്സാക്ഷിയായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായും ഒന്നും ഞെട്ടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഞെട്ടൽ ആ സമയത്ത് രേഖപ്പെടുത്തി. നാണം കെട്ട ഇടപാടാതെ എനിക്ക് കൊളാബ് തരത്തില്ല. അതുകൊണ്ട് ഇമ്മത്തിന് നാണം കെട്ട തൊട്ടി പരിപാടി ചെയ്ത മഞ്ജു വാര്യറിന് പോലും ഇവിടെ കൊളാബ് കൊടുക്കുന്നില്ല. പോട്ടെ സംയുക്ത വർമ്മയ്ക്ക് ആർക്കും ഇവിടെ കൊളാബ് കൊടുക്കുന്നില്ല. ഗവൺമെന്റ് ഓഫീഷ്യല് എന്റെ ക്ലിനിക്കിൽ വന്ന് മെറ്റാ ഗ്ലാസ്സിൽ വന്ന് എടുത്ത് എല്ലാം റെക്കോർഡ് ചെയ്തു. പിന്നെ റിസൾട്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ശരിയല്ല. കാരണം അത് മാറും. വി ഹാവ് എ CCTV ഫുട്ടേജ് ഓഫ് ദാറ്റ്. ലൈക്ക് ഹി കേം ബാർജ് ടു ദ ക്ലിനിക്. ആ ക്ലിനിക്കിന്റെ ഏറ്റവും വരെ എല്ലാ ഗൈസ് നമ്മുടെ എന്താണ് ബേ ബൈ മൈ കല്യാണി. അപ്പൊ കല്യാണി ചേച്ചി ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്, അന്ന് പോയതാണ്. പിന്നെ ഇന്ന് വരെ പൊങ്ങിയിട്ടില്ല. പക്ഷെ ഈ ചേച്ചിയെ എന്താണ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേറെ കുറെ വീഡിയോസും കാരണം ഉണ്ണി വ്ലോഗ്സ് അടക്കം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്ന് ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കണ്ടിന്യൂസ് വേർഷൻ ആണ്. അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്തവര് സബ്സ്ക്രൈബ് ചെയ്യില്ല, അതാണ് സബ്സ്ക്രൈബ് ആയിപ്പോ. അപ്പൊ സബ്സ്ക്രൈബർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ് എന്റെ വീഡിയോ ഫുള്ളും കണ്ടതിന് ശേഷം നിങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അതും കൂടി ഒന്ന് കൊടുക്കുക. ലൈക്ക് കൊടുക്കുമ്പോൾ അത് വരും, കൊടുക്കണം കേട്ടോ പ്ലീസ്. ഞാൻ എന്നും കണ്ണ് കെഞ്ചുന്നില്ല, എന്തുവാടേ ഇത് കെഞ്ചുന്നൊക്കെ ഒരു മയമില്ലേ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നോക്കാം. പിന്നെ ആദ്യമായിട്ട് ഈ ഒരു കഴിഞ്ഞ ദിവസം ഈ ചേച്ചി, അതായത് നമ്മുടെ ഡേ ബൈ കല്യാണി, എന്തുവാടെ പേര് പറയാൻ ഭയങ്കര പാടാ, ഞാൻ മറന്നു പോകും കേട്ടോ. അല്ല എന്തുകൊണ്ടോ സംഭവം. അപ്പൊ കല്യാണിയുടെ ഇഷ്യൂ ആയിട്ട് സംബന്ധിച്ച് കുറെ നാൾക്ക് മുമ്പ് നമ്മുടെ സംയുക്ത വർമ്മ ഈ ഒരു ക്ലിനിക്ക് നടത്തുന്ന പുള്ളിക്കാരിയെ കുറിച്ച് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സംയുക്ത വർമ്മയുടെ അഭിപ്രായം ഈ ക്ലിനിക്കിനെ കുറിച്ച് കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. ഇതിനകത്ത് കുറെ അധികം കാര്യങ്ങൾ, കുറെ എവിഡന്റ് ഞാൻ കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ, കുറെ പേർ വോയിസ് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ക്ലാരിഫിക്കേഷനും കിട്ടും. അപ്പൊ നിങ്ങൾ അത് വ്യക്തമായിട്ട് കാണാം, ഫുൾ ആയിട്ട് ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ ഇഷ്ടംപോലെ ക്ലിനിക്സ് ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നോൺ സർജിക്കലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇഷ്ടംപോലെ. ഫാറ്റ് മാത്രം എടുത്ത് കളയണോ? എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാമല്ലോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ശരീരം മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് ഇവിടെ ഉണ്ട്. മാത്രമല്ല എനിക്ക് അത് നല്ലൊരു സുഹൃത്തും ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. നീലൂഫർ എന്ന് പറയുന്ന ഒരു കുട്ടി, ദെയർഫോർ ഐ ആമിന്റെ ഓണർ. ആ കുട്ടി ശരിക്കും നീലു ചെറിയ കുട്ടിയാണ്. നീലുവിന്റെ അമ്മ നിമ്മിയാൻറ്റി എന്റെ ഫാമിലി ഫ്രണ്ടാണ്. എന്നെ കല്യാണത്തിന് ഒരുക്കിയത് നിമ്മിയാൻറ്റിയാണ്. എന്റെ ചെറിയമ്മയും നിമ്മിയാൻറ്റിയും വലിയ അടുപ്പായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴത്തേക്ക് നിമ്മിയാൻറ്റിയുടെ അടുത്ത് പോകും. അപ്പൊ നിമ്മിയാൻറ്റിയുടെ മോളാണ് നിലൂഫർ. അപ്പൊ ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ടില്ല എന്നല്ല, ഞാൻ പോയിട്ടുണ്ടാകും. നിലൂഫറിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തോ ഇങ്ങനെ സ്കിന്നിന്റെ കാര്യം അങ്ങനെ എന്തോ ചോദിക്കുമ്പോൾ ഈ കുട്ടി അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും പറയണേ. അപ്പുറത്ത് വേറെ ആരൊക്കെയോ വന്നു, ആ കുട്ടി അവരോടും ഈ കുട്ടി പറയുന്നുണ്ട് ഇതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുക കുട്ടിയുടെ അടുത്ത്, എന്തിനാണ് ഇങ്ങനെ എല്ലാരോടും ഇങ്ങനെ ഇത് കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ല, മുടി ഉണ്ടല്ലോ, മുടി വെറുതെ പോകണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ മോളെ ബിസിനസ് നടക്കണേ എന്ന് പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു പാഷനാണ്. അപ്പോൾ അങ്ങനത്തെ എനിക്ക് അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങളുണ്ട്. വേണ്ടത് അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ, നമുക്ക് ചേഞ്ചസ് വരുത്താൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. പക്ഷെ എനിക്കതിന്റെ ആവശ്യം തോന്നിയിട്ടില്ല. വർമ്മയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം വന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പറയാം, ദെയർഫോർ ഐ ആം എന്ന് പറഞ്ഞ ആ ഒരു ക്ലിനിക്കിന് അങ്ങനെ ഓടി നടന്ന ക്ലയൻസിനെ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കുള്ളത് ഓൾമോസ്റ്റ് എല്ലാം സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ക്ലയൻസ് ആണ്. അതുപോലെ തന്നെ ഇവർ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് എന്താണ് അവർക്ക് സ്വന്തമായിട്ടൊരു വാല്യൂ ഉണ്ടടേ. അങ്ങനെ അവർക്ക് മറ്റൊരു സെലിബ്രിറ്റിയെ വെച്ച് ബൂസ്റ്റപ്പ് ചെയ്ത് അവർക്ക് കച്ചവടം പിടിക്കേണ്ട കാര്യമില്ല. അവർക്ക് അതൊരു പാഷനാണ് എന്നാണ് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. പിന്നെ അത് മാത്രമല്ല ഈ ഒരു വ്യക്തി, ഈ പർട്ടിക്കുലർ വ്യക്തി, അതായത് ഈ ഒരു ഓണർ പ്രതികരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഉണ്ണി ബ്ലോഗിന്റെ വീഡിയോ ആണ് ഇവിടെ വെക്കുന്നത്. അപ്പൊ ഉണ്ണി ബ്ലോഗിന് ഈ ഒരു ക്ലിനിക്കിനെ കുറിച്ച് എന്തൊക്കെയോ പറയാണ്ട്. മാത്രമല്ല ഇവരവിടെ ചെന്ന സമയത്ത് ഉണ്ണി ബ്ലോഗ്സ് അവരെ മീറ്റ് ചെയ്യുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് കണ്ടിട്ട് തിരിച്ച് ബാക്ക് വരാം. ഈ സംഭവത്തിൽ ഞാൻ ഒരു ദൃക്സാക്ഷിയായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായും ഒന്നും ഞെട്ടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഞെട്ടൽ ആ സമയത്ത് രേഖപ്പെടുത്തി. ഹലോ, ഹായ്, നമസ്കാരം. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഒരു പെർട്ടിക്കുലർ കാര്യം ശ്രുതി കാണുന്നത്. ശ്രുതി എന്നെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. കാരണം ഈ സംഭവത്തിൽ ഞാൻ ഒരു ദൃക്സാക്ഷിയായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായും ഒന്നും ഞെട്ടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഞെട്ടൽ ആ സമയത്ത് രേഖപ്പെടുത്തി. ഇപ്പോൾ നമുക്ക് അത് വീഡിയോയിലൂടെ രേഖപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ബ്യൂട്ടി വ്ളോഗറുമായി ബന്ധപ്പെട്ടിട്ട് പുള്ളി ഇടക്കിടക്ക് വിവാദമാണ്. പുള്ളിക്കാരിയെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെറുപറ ആ മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ ഇവരുടെ 1-2 റീല് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ആക്ച്വലി ഒരു സ്കിൻ കെയർ ക്ലിനിക്കിൽ പോയപ്പോൾ ഈ പുള്ളിക്കാരി അവിടെ വെച്ച് കണ്ടു. എനിക്ക് മനസ്സിലായേ ഇല്ല. ശ്രുതിയാണ് പറഞ്ഞത്, ഇത് ആ കണ്ടന്റ് ക്രിയേറ്ററാണ്, പുള്ളിക്കാരിയാണ് നിൽക്കുന്നതെന്ന്. അന്ന് അങ്ങനെ
കണ്ടു പോയി. പക്ഷേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് നടക്കുന്നത്. അതിനെക്കുറിച്ച് ശ്രീമതി ശ്രുതി നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതായിരിക്കും. ഞാൻ നമ്മുടെ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ സ്കിൻ പെട്ടെന്ന് അലർജിക്ക് ആവുന്ന സ്കിന്നാണ്. ഇപ്പോൾ ലാസ്റ്റായിട്ടും ഞാൻ ആ ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തത് എൻ്റെ ലിപ്പിന് ചുറ്റും ഫുള്ള് അലർജി ആയിട്ട്, അതായത് എനിക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ചില സമയത്ത് ക്ലോറിനുള്ള വെള്ളം, ഇതൊക്കെ എനിക്ക് എൻ്റെ സ്കിന്നിനെ പെട്ടെന്ന് അലർജിക്ക് ആക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ സ്കിൻ ക്ലിനിക്ക് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മറ്റൊരു കുടുംബം പോലെയാണ് എന്നൊക്കെ പറയാൻ പറ്റും. AMM മറ്റൊരു എൻ്റെ കുടുംബമാണെന്നൊക്കെ പറയുന്ന പോലെ സ്കിൻ ക്ലിനിക്ക് എനിക്ക് വേറൊരു കുടുംബമാണ്. അല്ല, ഇന്ന് AMM ഒക്കെ ആയിരുന്നല്ലോ ചർച്ചാ വിഷയം. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം ഞാൻ ഈ സ്കിൻ ക്ലിനിക്ക് എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ പണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു ക്ലിനിക്കിൽ പോകുമായിരുന്നു. എനിക്കൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഞാൻ സ്ഥിരമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത്. പക്ഷെ പുള്ളിക്കാരത്തി ഇപ്പോൾ പുറത്താണ്. ഇനി വെബ്സൈറ്റ് ഒക്കെ നോക്കും, ഡോക്ടേഴ്സിന്റെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കാണും. എന്നിട്ട് എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത്, നിങ്ങൾ ഏതൊരു സ്കിൻ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കുക. അവിടെ ഡോക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഒരുവിധം ഡോക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഫൗണ്ടറിന്റെ എങ്കിലും അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ അപ്പം ഇതാണ് ഉണ്ണി വ്ലോഗ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ. അത് മാത്രമല്ല, ഇവരെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല. അതുപോലെ നമ്മൾ വീഡിയോ കാണുന്ന സമയത്തും അല്ലാണ്ട് കാണുന്ന സമയത്തും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇവരുടെ ഭാര്യയോ ആരാന്ന് എനിക്കറിയത്തില്ല, അവര് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നമ്മൾ ഈ ക്യാമറ ഫേസിൽ നമ്മളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ലൈറ്റ് സെറ്റപ്പ് മാറ്റാം. ഇപ്പൊ എന്നെ നിങ്ങൾ റിയൽ ആയിട്ട് കാണുമ്പോഴത്തേക്ക് എന്റെ ഷെയ്ഡും ഫേസും വേറെ ആയിരിക്കും. നമ്മൾ ഈ ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് ചെയ്യുമ്പോഴത്തേക്ക് റിംഗ് ലൈറ്റും കാര്യങ്ങളും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് ഒക്കെ ഡിപെൻഡ്സ് അപ്പോൺ ആണ്, ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫേസിലുള്ള കളർ ചേഞ്ച്, ഷെയ്ഡ് ചേഞ്ച് ഒക്കെ വരുന്നത്. പിന്നെ അതുമല്ല, നമ്മൾ ഈ എന്താണ് ഇവര് ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ചെയ്യിക്കുന്ന ഏറ്റവും വലിയൊരു ഗിമിക്ക് പരിപാടിയാണ്. ഫസ്റ്റ് വീഡിയോ എവിടെയെങ്കിലും ഇരുട്ടത്ത് കാര്യങ്ങളൊക്കെ മറവിലൊക്കെ പോയിരുന്ന് എടുക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് വളരെ ഒരു ഡൾ ഫീൽ എഫക്ട് ചെയ്യും. പിന്നീട് ഈ ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട്, കുറച്ചുകൂടെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കണമല്ലോ. അപ്പൊ അങ്ങനെ കാണിക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ഒരു ഗിമിക്കാണ് ലൈറ്റിന് ഡിപെൻഡ് ചെയ്യും. ലൈറ്റ് ഡിപെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ചിലപ്പം സൺലൈറ്റിന്റെ അടുത്ത് പോയി നല്ല സൺലൈറ്റ് കിട്ടുന്ന സമയത്ത് ആ വീഡിയോസ് എടുക്കും. പിന്നെ അങ്ങനത്തെ കുറെ ഗിമിക്ക് പരിപാടി. പിന്നെ ഫിൽറ്റർ മാക്സിമം ഇവർ യൂസ് ചെയ്തിടുമ്പോഴത്തേക്ക് ഓഡിയൻസ് ആയ നിങ്ങളെയാണ് പറ്റിച്ചോണ്ടിരിക്കുന്നത്. ശരിക്കും ഈ 100-200 രൂപയുടെ ഈ പ്രോഡക്റ്റ് നമ്മുടെ മുഖത്ത് ഇട്ടുകൊണ്ടോ അങ്ങനെ ഇട്ടുകൊണ്ടോ ഇങ്ങനെ ഇട്ടുകൊണ്ടോ നമ്മൾ ഒരിക്കലും ബ്രൈറ്റ്നസ് അങ്ങനെ ആ ഒരു ഗ്ലോ നമുക്ക് കിട്ടത്തില്ല. ശരിക്കും നമ്മുടെ ഫുഡ് ലൈഫ് സ്റ്റൈൽ നോക്കണം, അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താണ് ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് എല്ലാം ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ക്ലിനിക്കിലെ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് ക്ലിനിക്കലി അവര് എന്താണ് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്ന ഒരാൾക്കാരാണ്. അല്ലാതെ നിങ്ങൾ കാണുന്ന ഈ 100-200 രൂപയുടെ ട്യൂബിനകത്ത് വാങ്ങിച്ചു കൂട്ടുന്ന കുറെ ഇതിട്ടിട്ട് ഫേസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരല്ല. അവര് അങ്ങനെ അത്രയും എന്താണ് എഫോർട്ട് ഇട്ടിട്ടാണ് നിങ്ങളുടെ മുന്നോട്ട് വന്ന് നിൽക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു മീഡിയയുടെ മുന്നിൽ വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടോ ഞാൻ ഇന്ന് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് കൂടി എന്റെ സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെയാണ് എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയെന്ന് ഒരിക്കലും അവർ പറയില്ല. കാരണം അവർക്ക് അത് കൊളാബാണ്, അവരുടെ ബിസിനസ് ആണ്. എൻഡ് ഓഫ് ദി ഡേ അവർക്ക് മണി എയിം ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഗെയിമിക്ക് പരിപാടി. ദൈവത്തെ ഓർത്ത് ഇത് കേൾക്കുന്നതും കാണുന്ന ഓഡിയൻസ് പാവപ്പെട്ട ജനങ്ങളാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ നാളെ പോയി 200 രൂപയ്ക്കില്ല, പർപ്പിളിൽ നിന്ന് കിട്ടും, ആമസോണിൽ നിന്ന് കിട്ടും, മറ്റിടത്ത് കിട്ടും, മടച്ചെടുത്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി വാങ്ങിച്ചിട്ട് അത് മൊത്തം തേച്ചിട്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായിട്ട് ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലടേ. കോമൺ സെൻസ് വെച്ച് യൂസ് ചെയ്യുക. അടുത്തതായിട്ട് പറയുന്നത് ഇതിന്റെ ഓണർ ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പം ഒരു ചാനൽ വഴി പുറത്തു വിട്ടതാണ്, ബിയോണ്ട് ദ സീൻസ് മറ്റോ. അപ്പം ആ ഒരു വോയിസ് ആണ് ഇനി നിങ്ങൾ അടുത്ത കേൾക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ഈ എന്താണ് ബേ ബൈ കല്യാണിയുടെ ഹസ്ബൻഡ് കാണിച്ച അങ്ങേയറ്റത്തെ മോശമായിട്ടുള്ള പ്രവൃത്തിയും അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള പ്രവൃത്തിയും അതൊക്കെയാണ് വ്യക്തമായിട്ടുള്ള എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. നിങ്ങൾ ഒന്ന് കേട്ട് നോക്കിയ ശേഷം മാത്രം നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ വേറെ ഒരു ക്ലിനിക്കായിട്ട് അവർക്ക് ഒരു ഫ്രീ ആയിട്ട് കൊളാബ് ചെയ്യാൻ സമ്മതിച്ചു. അപ്പോൾ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഹാർഡ് കോപ്പി വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ഹാർഡ് കോപ്പി എങ്ങനെ തരാം? ഹാർഡ് കോപ്പി എങ്ങനെ തരാം? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ അവർ മൊത്തം ഫയൽ തരുമോ? ഇല്ല. ഡിസ്ചാർജ് സമ്മറിയും അവർ കാരണം ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ അയാളൊരു ഗവൺമെന്റ് ഓഫീസ്, അതും ഹസ്ബൻഡ് പോലീസാണെന്ന് വന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് ഒച്ചപ്പാടും പാടും ക്ലിനിക്കിലാക്കി വെച്ചാൽ എവിടുത്തെ പോലീസാന്ന് ചോദിച്ചു. പറഞ്ഞത് സ്പെഷ്യൽ ഇൻസ്പെക്ടറാണ് ആത്മഹത്യ എന്ന് പറഞ്ഞു. അതെന്ത് ഇടപാടാണ്? പോലീസാണ്. ഇവരെ കഴിഞ്ഞ വർഷം ഏതോ ഒരു കോൺട്രവേഴ്സി വന്നപ്പോൾ ഇവരെടുത്ത ഒരു കാർഡാണ് എന്റെ ഹസ്ബൻഡ് പോലീസാണ്. അപ്പൊ ഈ ഒരു ആപ്പ് പരിപാടി ഇവിടെ നടക്കുന്നത് ഏത് പോലീസാണ് ചോദിച്ചപ്പോ വെഹിക്കിൾ ഇൻസ്പെക്ടർ. എന്ന് മുതലാണ് വെഹിക്കിൾ ഇൻസ്പെക്ടർ എല്ലാം പോലീസിന്റെ അണ്ടറിൽ വരാൻ തുടങ്ങിയത്? കൊള്ളാം കേട്ടോ. ഇത് നിങ്ങളുടെ എന്താണ് സർക്കാരിന്റെ ജോലി, ആ പദവി ദുരുപയോഗം ചെയ്യുന്ന രീതിയിലാണ്. അതിന്റെ പേരിൽ വേണം ഇങ്ങനെ പേരിൽ കേസ് കൊടുക്കാം. എന്ത് കഷ്ടപ്പാടെ ഇത്. ഒരു നിസ്സാര ഇച്ഛ ഇപ്പൊ മുള്ളിയ കേസിനൊക്കെ വന്നിട്ട് ഹസ്ബൻഡിനെ ഇടപെടുത്തിട്ട് അവരുടെ ജോബും അതിനകത്ത് പേർക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ പോലീസാണെന്ന് പറഞ്ഞാൽ ഏത് പോലീസ്? നാണക്കേട്. ഈ കുട്ടി എന്റെ ക്ലയന്റ് പേഴ്സണലി, വേറെ ഒരു ഡോക്ടേഴ്സിനല്ല, എന്റെ ക്ലയന്റ് ആയിട്ട് ആളും ആളുടെ ഹസ്ബൻഡും കൂടെ വന്നതോ.
വന്ന് 8 മാസം മുന്നേ ഒരിക്കലും ഒക്ടോബറിലാണ് കുട്ടി ആദ്യമായിട്ട് വന്നത്. ഇപ്പൊ സത്യം വിളിച്ചു പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ആ കുട്ടിയുടെ മുഖത്ത് വല്ല പൊള്ളലോ പിമ്പിളോ എനിക്ക് വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടല്ലോ? ഒന്നും പറ്റിയിട്ടില്ല. ആ കുട്ടി കുറേ ക്ലിനിക്സിൽ പോയിട്ട് ഈ എൻഡോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അവർക്ക് വന്നിട്ട് കൊളാബ് വേണം, എന്താ പറയുക, ഫ്രീ ആയിട്ട് വേണം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പറയും കൂടെ ചെയ്തു. മഞ്ജു വാര്യർ തൊട്ട് ആ ലെവലിൽ തെലുങ്ക് ഫിലിം ആർട്ടിസ്റ്റ് തൊട്ട് എല്ലാവരും നമുക്ക് പേയ്മെന്റ് ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗിൽ കയറിയിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഇതൊരു ടാപ്പ് ചെയ്തിട്ടില്ല. കാരണം എനിക്കെന്തോ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഇപ്പോൾ ഓരോന്ന് വന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ കാര്യമല്ലേ ഇവർ ഈ പറയുന്നത്. ഒരാൾക്ക് ഒരു സ്കിൻ ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്തതിന്റെ അർത്ഥം മറ്റാൾക്ക് വർക്ക് ചെയ്യാനില്ലല്ലോ. അതിന്റെ ഒരു ഐഡിയോളജി ഞാൻ ഒരിക്കലും എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് നമുക്കങ്ങനെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യാറില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ ആളുകൾ വന്ന് നമ്മുടെ ട്രീറ്റ്മെന്റ് എടുക്കൽ തന്നെയായിരിക്കും ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരിക്കും സത്യം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്ത് ക്ലിനിക്കൽ ഫണ്ടി വന്നിട്ട് കൊടുത്ത് നിങ്ങൾ ചാവും അങ്ങനെയൊക്കെ ഓരോന്ന് പറയും. നമ്മളാരും ഇങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഒരാൾ വന്നിട്ടൊരു യൂട്യൂബർ എന്ന് പറഞ്ഞു വന്നൊരാള് ഇങ്ങനെ ഒച്ചപ്പാട് പാടുണ്ടാക്കുന്ന അസഭ്യമായിട്ടുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളും ഈ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലും അല്ലേ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഉണ്ടായിരുന്നു. സംഭവം നമുക്കത് മനസ്സിലായില്ല. പിന്നീടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫുകൾ പറഞ്ഞത്, കാരണം കുറച്ച് നാളുകളായി കഴിഞ്ഞൊരു മാസമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒക്ടോബർ തൊട്ട് മെയ് വരെ നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് നമുക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഇത്രയും ക്ലിനിക്സ് ഉള്ളപ്പോൾ ഡോക്ടർമാർ ശരിക്കും പണിയെടുക്കുന്നില്ലേ, എല്ലാവരും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കൊച്ചിയിലത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് എല്ലാ ക്ലയൻസിനെയും വിളിച്ചു ചോദിക്കും. പിറ്റേ ദിവസം ട്രിവാൻഡ്രത്ത് ഇരിക്കുന്ന ക്ലയന്റിനെ കണ്ണൂർ ഇരിക്കുന്ന ക്ലയന്റൊക്കെ ചോദിക്കും, നിങ്ങൾ ഇന്നലെ ഈ കണ്ണൂർ ക്ലിനിക്കിൽ ഇന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഡോക്ടർ എല്ലാം പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഓഡിയോ റെക്കോർഡ്സും ഡോക്യുമെന്റഡ് സിസ്റ്റംസ് നമുക്ക് ഓഡിയോ റെക്കോർഡ്സ് ഉണ്ട്. സാറ്റിസ്ഫൈഡ് മെയിൻ സംഭവിച്ചത് എന്താ വെച്ചാൽ വേറൊരു ക്ലിനിക്കുകാർ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ഓൺഗോയിങ് ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് വേണമെന്ന് പറയും. അതിപ്പോൾ കൊടുക്കുന്നതോട് ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ ഇറങ്ങി പോകുന്ന വേറെ ഹോസ്പിറ്റൽ നമുക്ക് ഡിസ്ചാർജ് സമ്മറി കൊടുക്കണ്ടേ, അത് തരാന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വൈഫ് അവിടെ നോക്കിയിട്ട് ഒന്നുകിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ കിട്ടണം, അല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മുന്നോട്ട് ഫ്രീ തരണം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചു. അപ്പം ഇവരുടെ കയ്യിൽ ഓഡിയോ റെക്കോർഡ്സ് ഉണ്ട്. ഇവരുടെ ക്ലയൻസിനെ പിറ്റേ ദിവസം ഇവരെല്ലാരും വിളിച്ച് ചോദിക്കാറുണ്ട്. കാരണം ഇവർക്കറിയണം, ഓണർ ആയിട്ടുള്ള ഇവർക്കറിയണം മറ്റു ബ്രാഞ്ചസ് ഉണ്ട്. എന്താണ് എറണാകുളത്തും ബ്രാഞ്ചസ് ഉണ്ട്, കണ്ണൂരിലും ബ്രാഞ്ചസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഡോക്ടേഴ്സ് പണിയെടുക്കുന്നുണ്ടോന്നും പിന്നെ ഇവരുടെ സാറ്റിസ്ഫാക്ഷൻ റിവ്യൂ അറിയാണ്ട് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ഓരോ ക്ലയൻസിന്റെയും റെക്കോർഡ് കയ്യിലുണ്ട്, ഓഡിയോ റെക്കോർഡ് കയ്യിലുണ്ടെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പുറത്ത് വിടുക തന്നെ വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഇതിനൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ, ഈ ഇഷ്യൂവിന് ഒരു ക്ലാരിറ്റി കിട്ടും. നിലവിൽ ഇവര് ഡിഫോർമേഷൻ കേസിന് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊരു നാണം കെട്ട ഇടപാടാ. അതെ, എനിക്ക് കൊളാബ് തരത്തില്ലാത്തതുകൊണ്ട് ഇമ്മാതിരി നാണം കെട്ട തൊട്ടി പരിപാടി ചെയ്ത മഞ്ജു വാര്യറിന് പോലും ഇവിടെ കൊളാബ് കൊടുക്കുന്നില്ല. പോട്ടെ സംയുക്ത വർമ്മയ്ക്ക് ആർക്കും ഇവിടെ കൊളാബ് കൊടുക്കുന്നില്ല. ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെ ഹൈലി ബ്രിട്ടീഷ് സ്റ്റാറ്റസിൽ നിൽക്കുന്നവരാണ് അവരുടെ ക്ലിനിക്കിൽ അവർക്ക് ക്ലയന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അവരുടെ പോലും കോളാബ് സ്വീകരിക്കുന്നില്ല. അപ്പോഴാണ് ഒരു ബേബായി കല്യാണി വന്നിട്ട് എന്നിട്ട് ഒരു പട്ടി ഷോയും. എന്ത് കഷ്ടമാണിത്. തീർന്നിട്ടില്ല, ഇനിയുണ്ട് പരാക്രമം. അതുമല്ല ഇവരുടെ നമുക്കറിയാം, നമുക്ക് എവിടെയെങ്കിലും പോയി ചികിത്സിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ചാർജ് ഷീറ്റ് കിട്ടാറില്ല. അതിന് പകരമായിട്ട് നമ്മളെ ചികിത്സിച്ചതിന്റെ അതൊരു സമ്മറി കിട്ടാറുണ്ട്. ആ സമ്മറി ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഇവരവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പരിപാടി അവിടെ ഇല്ല എന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. എന്റെ ക്ലിനിക്കിൽ വന്ന് മെറ്റാ ഗ്ലാസ്സിൽ വന്നിട്ട് എല്ലാം റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മൾ റിസൾട്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ശരിയല്ല. കാരണം അത് മാറും. വി ഹാവ് എ CCTV ഫുട്ടേജ് ഓഫ് ദാറ്റ്. ലൈക്ക് ഹി കെയിം ബാർജ് ഇൻടു ദ ക്ലിനിക്. ആ ക്ലിനിക്കിന്റെ ഏറ്റവും വരെ എല്ലാം മെറ്റാ ഗ്ലാസിന്റെ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഹലോ, ഞങ്ങളുടെ പ്രൈവസി പോളിസിന്റെ ഒരു ക്ലയന്റ് എന്നാൽ ഡോർ തുറക്കുകയാണെങ്കിൽ അവർ ലേസർ ചെയ്യണമെങ്കിൽ തുണി എന്തെങ്കിലും കുറഞ്ഞ് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെറ്റാ ഗ്ലാസ് അത് പതിഞ്ഞാലും. അത് മാത്രമല്ല, എന്റെ ഷർട്ടിനെ നമ്മളൊക്കെ ചില സമയത്ത് ക്ലിനിക്കിൽ നടക്കും. അപ്പം ഇവര് മെറ്റാ ഗ്ലാസ് തുറന്ന് ഇവരുടെ ഹസ്ബൻഡ് അത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് ഇവർക്ക് മനസ്സിലായി. അപ്പൊ അവരത് തടഞ്ഞു എന്നാണ് പറഞ്ഞത്. മെറ്റാ ഗ്ലാസിന് ഒരു കർട്ടനൊക്കെ ഇടാൻ കേട്ടോ, അതും നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. മെറ്റാ ഗ്ലാസിന് ഒരു കർട്ടൻ ഇല്ലെങ്കിൽ വെളിയിരിക്കുന്നവർക്ക് ക്ലയൻസിനെ കാണാമല്ലോ. അപ്പം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. കാണിച്ചത് അങ്ങേയറ്റത്തെ മോശമായ പരിപാടിയാണ് ബേ ബൈ മൈ കല്യാണിയുടെ ഭാഗത്തുനിന്നും ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. വളരെ തരം താഴ്ന്ന പരിപാടി. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് പലരും ഇട കുത്തി നാട്ടിക്കുന്ന പരിപാടിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് വന്ന അപ്ഡേഷൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കേട്ടിട്ടും കണ്ടിട്ടും എന്തൊക്കെയാണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുവരെ. ബൈ.